പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എത്തുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയിരുന്നു സണ്ണി ജോസഫും ഒപ്പം തന്നെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയും. ഇപ്പോഴിതാ ഷഫി പറമ്പിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി എന്റെ പിതാവിനോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് ആദരവ്, ഇതിൽ കൂടുതൽ വലിയൊരു ആദരവ് അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഈ രണ്ട് ആളുകളുടെയും സ്മൃതി കുടീരങ്ങൾ സന്ദർശിക്കണം എന്നുള്ളത് അവരോട് പാർട്ടി കാണിക്കുന്ന വലിയ ആദരവാണ്. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം, ചരിത്രം. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ നന്ദി. പ്രത്യേകിച്ച് സണ്ണിച്ചേട്ടൻ എൻ്റെ പിതാവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ നേതാവാണ്. വലിയ സ്നേഹമായിരുന്നു ഇവർ തമ്മിൽ. രണ്ടുപേരുമായി ഒരുമിച്ച് ഞാൻ യാത്ര ചെയ്യാനുള്ള അവസരം പലതവണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ MLA ആയതിനു ശേഷം അനവധി തവണ അദ്ദേഹവുമായി പരിപാടികൾ പങ്കെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ നിരീക്ഷണവും ചാർജും എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ ഇലക്ഷനെ അകർക്കുന്നതുണ്ടായിരുന്നു. അദ്ദേഹത്തിനുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ അല്ലേട്ടൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു. അദ്ദേഹവുമായി വലിയ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിഷ്ണു ചേട്ടൻ, അദ്ദേഹം എനിക്ക് 25 വർഷത്തെ പരിചയങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന മികച്ച നേതാക്കന്മാരിൽ ഒരാളാണ്. എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. എന്നെ നിയമസഭയിൽ കൈപിടിച്ച് പുതിയ KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും മറ്റു നേതാക്കളും ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എപ്പോഴാണ് ഇവർ എത്തിയത്? KPCC അധ്യക്ഷൻ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താ? രതീഷ്, അല്പസമയം മുൻപാണ് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അതുപോലെ തന്നെ പുതിയ ടീം KP അനിൽകുമാർ, അതുപോലെ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള പുതിയ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായി ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളൊക്കെ തന്നെ പുതുപ്പള്ളിയിലുള്ള ഉമ്മൻചാണ്ടിയുടെ ഈ കല്ലറയിലേക്ക് എത്തിയത്. അവരെയൊക്കെ സംബന്ധിച്ച ഒരു രാഷ്ട്രീയ ഗുരു, രാഷ്ട്രീയപരമായി വളരെ ആത്മബന്ധമൊക്കെ ഉള്ള നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വലിയ നിയോഗം ഏറ്റെടുക്കുന്നതിന് മുൻപ് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയിലെ കല്ലറയിലേക്ക് ഈ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ എത്തുകയായിരുന്നു. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ, കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോട്ടയത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതുപോലെ തന്നെ പ്രവർത്തകരൊക്കെ തന്നെ ഇവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി പുതുപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഊഷ്മളമായ വരവേൽപ്പാണ് പുതുപ്പള്ളിയിൽ സണ്ണി ജോസഫിനും അതുപോലെ തന്നെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഷഫി പറമ്പിലും അതുപോലെ അനിൽകുമാറിനും PC വിഷ്ണു ഉൾപ്പെടെയുള്ളവർക്ക് പുതുപ്പള്ളി നൽകിയത്. നിലവിൽ രാഷ്ട്രീയമായ പ്രതികരണത്തിന് സണ്ണി ജോസഫ് ഇതുവരെ തയ്യാറായിട്ടില്ല. ചാണ്ടി ഉമ്മൻ നിലവിൽ ഈ സണ്ണി ജോസഫും അതുപോലെ തന്നെ തന്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ തന്നെ വിശദീകരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആത്മബന്ധം ഉമ്മൻചാണ്ടിയുമായി അവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വർക്കിംഗ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാഫി പറമ്പിലിനും വിഷ്ണുനാഥിനെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഉമ്മൻചാണ്ടിയായിരുന്നു. അങ്ങനെ ഒരു പുതിയ നിര പാർട്ടിക്ക് സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഉമ്മൻചാണ്ടിയാണ്. KPCCയുടെ പുതിയ അധ്യക്ഷൻ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുതുപ്പള്ളിയിലേക്ക് എത്തിയത്. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.